വെൽക്കം ടു ടാർഗറ്റ് PSC. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് 4ാമത്തെ ചാപ്റ്റർ പകുതി വരെ നമ്മൾ എടുത്തു. എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ കാണാം. ഒരുപാട് നോട്ട്സ് ഉണ്ടാക്കുന്ന നേരം കൂടുതലായിട്ട് നമ്മൾ റിവിഷൻ നടത്തി വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നമ്മുടെ മനസ്സിൽ പതിയും. ഇനി ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് അത് നോക്കി റിവൈസ് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം അല്ലെ. അധികാരം വേർതിരിക്കൽ, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. എന്തൊക്കെയാണ്? നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അത് ഓരോന്നും എന്താ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന അധികാരം വേർതിരിക്കൽ സംവിധാനത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ നിരീക്ഷണം ശ്രദ്ധിച്ചുവല്ലോ. അപ്പോ നമ്മുടെ ഭരണഘടനാ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. കിട്ടിയില്ലേ? ഓക്കെ, ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. നിയമം നിർമ്മിക്കുന്ന സഭ, അതാണ് എന്ത്? നിയമനിർമ്മാണ സഭ. ഇനി കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു വിഭാഗം, കാര്യനിർവഹണ വിഭാഗം. നീതിന്യായ വിഭാഗം, നീതിയും ന്യായവും നടപ്പിലാക്കുന്ന ഒരു വിഭാഗം, അതായത് കോടതികൾ ഉൾപ്പെടുന്നത്. അങ്ങനെ നമ്മൾ മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഭരണഘടന എന്തിനാ ഇമ്പോർട്ടൻസ് നൽകുന്നത്? ജനാധിപത്യത്തിനാണ് അല്ലെ. ജനങ്ങളുടെ ആധിപത്യം, ജനങ്ങളുടെ അഭിപ്രായം ഉൾപ്പെടുത്തണം. അല്ലാതെ ഭരണകൂടത്തിന്റെ ഒരു ഏകാധിപത്യം വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ മൂന്ന് വിഭാഗങ്ങൾക്കും തുല്യ പ്രാധാന്യം ഉള്ളത്. ഈ ചർച്ചകളിൽ നിന്നാണ് പാർലമെന്ററി സംവിധാനവും ഫെഡറൽ ഘടനയും ഉരുത്തിരിഞ്ഞത്. ഓക്കെ, പാർലമെന്ററി സംവിധാനവും ഫെഡറൽ ഘടനയും ഉരുത്തിരിഞ്ഞത് ഈ ഒരു ചിന്തയിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ സംവിധാനത്തിലെ 3 വിഭാഗങ്ങളായിട്ടാണ് ഭരണം കിടക്കുന്നത് അല്ലെ, അധികാര വിഭജനമുള്ളത്. ഏതൊക്കെയാണ്? നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഓക്കെ, ഇനി നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയുടെ ഘടനയും അധികാരങ്ങളും ചുമതലകളും എങ്ങനെയാന്ന് നോക്കാം. ഓരോന്നിനെ കുറിച്ച് നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ഒന്നാമത്തേതായിട്ടുള്ള നിയമനിർമ്മാണ സഭ. ഓക്കെ, ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് എന്താണ്? പാർലമെന്റ്. രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക. എന്താണ് ഇതിന്റെ ധർമ്മം? നിയമങ്ങൾ നിർമ്മിക്കുക. വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. അപ്പോൾ നിയമങ്ങൾ ഓൾറെഡി ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പുതിയ നിയമങ്ങൾ നിർമ്മിക്കാൻ പറ്റും. എപ്പോ? വിവിധ ജനാഭിലാഷങ്ങളെ മുൻനിർത്തി, ജനങ്ങളുടെ ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ. അത് 1-2 പേരുടെ അല്ല കേട്ടോ, ഒരു ഭൂരിപക്ഷം ജനങ്ങളുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ ആവശ്യം അത് ന്യായമാണെന്ന് തോന്നിയാൽ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നിയമത്തിൽ മാറ്റം വരുത്തേണ്ടി വരും. അതേപോലെ കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളുടെ ഓരോ ദിവസം കഴിയുന്തോറും നമ്മളുടെ ടെക്നോളജി വളർന്നു വരികയാണ്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വളർന്നു വരികയാണ് അല്ലേ. നമ്മളിപ്പോ ഒരു സൈബർ യുഗമല്ലേ. അപ്പൊ നമ്മൾ AI യുഗമാണ് അല്ലേ. AI ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് മീഡിയാസ്, ഓൺലൈൻ മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം? അതിൽ നിന്നും സംരക്ഷിക്കാനുള്ള നമുക്ക് അതിൽ നിന്നും സംരക്ഷണം അവകാശമുണ്ട് അല്ലെ. നമുക്ക് സംരക്ഷണം ലഭിക്കണം. അപ്പൊ അതിനുള്ള നിയമങ്ങൾ കൂടെ കൂട്ടിച്ചേർക്കണം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള നിയമങ്ങൾ എപ്പോ വേണ്ടി വരും? കാലാനുസൃതമായിട്ട് പുതിയ നിയമങ്ങൾ നിർമ്മിക്കേണ്ടി. ഇപ്പൊ സൈബർ സുരക്ഷ എന്നുള്ളത് പണ്ട് കാലത്ത് വേണ്ടി വന്നിരുന്നോ? ഇല്ല, കാരണം അന്ന് അങ്ങനെ ഒരു ഇടം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു സൈബർ ഇടം ഉണ്ടെങ്കിൽ ആ സൈബർ ക്രൈംസിനെ തടയാനുള്ള നിയമങ്ങളും വേണം അല്ലെ. അപ്പൊ അതാണ് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും എന്തുണ്ട്? ഇവിടെ അധികാരമുണ്ട്. ഓക്കെ, പിന്നെയോ പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ഇനി പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? ലോക്സഭ, രാജ്യസഭ. നമുക്ക് ഓരോ ടോപ്പിക് തന്നെയാണെങ്കിൽ ഇത് പഠിക്കാനുള്ളത്. ലോക്സഭ, രാജ്യസഭ എന്നീ 2 സഭകൾ ആണ് നമ്മുടെ പാർലമെന്റിനുള്ളത്. അങ്ങനെ ഈ 2 സഭകൾ ഉള്ള നമ്മുടെ പാർലമെന്റ് എന്താണ്? ഒരു ദ്വിമണ്ഡല സഭയാണ്. എന്താണ്? ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ലോകസഭ, രാജ്യസഭ എന്നീ 2 സഭകൾ ഉള്ള ഇന്ത്യയുടെ പാർലമെന്റ് എന്താണ്? ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. വലുപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവരുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും, എന്തിനാണ് ഇങ്ങനെ 2 സഭ ഉള്ളത്? രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും അതായത് ജനങ്ങളെയും പ്രദേശങ്ങളെയും കേട്ടോ പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകമാണ്. കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് കേട്ടോ. സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ.
നിയമനിർമ്മാണ സഭയുടെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് പരിചയപ്പെടാം. അതായത് പാർലമെന്റിന്റെ ചുമതല കേട്ടോ. പാർലമെന്റിന്റെ ചുമതലയാണ് നിയമനിർമ്മാണ സഭയുടെ ചുമതലകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പാർലമെന്റിന്റെ ചുമതലകൾ എന്തെല്ലാമാണ്? നിയമനിർമ്മാണം ആരുടെ ചുമതലയാണ്? പാർലമെന്റിന്റെയാണ്. പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടന ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. എന്തൊക്കെയാണ്? നിയമനിർമ്മാണം, പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, പാർലമെന്റിന്റെ അധികാരങ്ങളാണ്, ചുമതലകളാണ് പറയുന്നത് കേട്ടോ. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇതെല്ലാം പാർലമെന്റിന്റെ ചുമതലകളാണ്. ഓക്കെ, പാർലമെന്റിന്റെ രണ്ട് സഭകളാണ് ഏത്? ലോകസഭയും രാജ്യസഭയും അല്ലെ. ഇനി നമുക്ക് ലോകസഭയുടെയും രാജ്യസഭയുടെയും സവിശേഷതകൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം കേട്ടോ. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ലോകസഭയുടെ പ്രത്യേകതകളാണ്. ഈ കാണിച്ചിരിക്കുന്നത് ലോകസഭയുടെയാണ് കേട്ടോ. നമ്മുടെ പുതിയ ലോകസഭയും രാജ്യസഭയും പുതുക്കി പണിയുണ്ടായില്ലേ 2 വർഷം മുന്നേ. അപ്പൊ അതിന്റെ പുതിയ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാണുമ്പോൾ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തിന്റെങ്കിലും ഷേപ്പ് തോന്നുന്നുണ്ടോ? ഈ ഒരു സ്ട്രക്ചറിലാണ് കിടക്കണേ അല്ലേ? ഇതെന്തെങ്കിലും ജീവനെ തോന്നുന്നുണ്ടോ? മയിലാണ് കേട്ടോ ഇത് ഉദ്ദേശിച്ചത്. മയിൽ, ഒരു മയിലിന്റെ ആകൃതിയിലാണ് ലോക്സഭ ഉള്ളത്. മയിലിന്റെ ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്, കണ്ടോ? ഓക്കെ, അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്ത് ഷേപ്പാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മയിലിന്റെ ആകൃതിയാണ്. ഓക്കെ, ഇനി നമുക്ക് ലോകസഭയെ കുറിച്ച് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ലോക്സഭ ചേംബർ എന്തിന്റെ ആകൃതിയാണ് കൊടുത്തിട്ടുള്ളത്? മയിലിന്റെ ആകൃതിയാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ രാജ്യസഭയ്ക്ക് താമരയുടെ ആകൃതിയാണ് കേട്ടോ ഉള്ളത്. ഓക്കെ, പാർലമെന്റിന്റെ അധോമണ്ഡലം ലോവർ ഹൗസ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അധോമണ്ഡലം അഥവാ ലോവർ ഹൗസ് എന്താണ്? ലോവർ ഹൗസ് ആണ് ലോകസഭ, അപ്പർ ഹൗസ് അല്ലെങ്കിൽ ഉപരിസഭയാണ് എന്ത്? രാജ്യസഭ. അപ്പോ ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പാർലമെന്റിന്റെ അധോമണ്ഡല സഭയാണ് ലോകസഭ. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ആരാണ്? ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പൊ ലോകസഭയിൽ അംഗമാവാൻ നമ്മൾ മത്സരിക്കാൻ നിൽക്കുകയാണെങ്കിൽ എത്ര വയസ്സാണ്? 25 വയസ്സായാൽ മതി. 25 വയസ്സായാലേ ഇതിലേക്ക് മത്സരിക്കാം. ലോകസഭയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ് കേട്ടോ. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നു, അടുത്ത സഭ കൂടുന്നു. ലോകസഭയുടെ പരമാവധി അംഗബലം എത്രയാണ്? 550 ആണ്. ലോകസഭയുടെ പരമാവധി അംഗബലം എന്ന് പറയുന്നത് 550 ആണ്. എന്നാൽ നിലവിൽ 543 അംഗം, അതായത് 2023 തിരഞ്ഞെടുക്കപ്പെട്ട ലോകസഭയിൽ എത്രയാണ്? 543 അംഗങ്ങളെ ഉള്ളൂ. ലോകസഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. അപ്പോ ഇതില് ഈ 543 അല്ലെങ്കിൽ 550 അംഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഭൂരിപക്ഷം അഭിപ്രായപ്പെടുന്ന ആ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് സർക്കാർ വരണം എന്ന് തീരുമാനിക്കുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് മോദി സർക്കാരാണ് അല്ലെ. അപ്പോ മോദി സർക്കാരുടെ ഭരണം. അപ്പൊ അതിന്റെ അത് എങ്ങനെയായിരിക്കും മോദി സർക്കാർ എത്തിയിട്ടുണ്ടായിരിക്കുക? ലോകസഭയിലെ ഭൂരിപക്ഷം ലഭിച്ചത് കൊണ്ടാണ് ആ ഒരു അധികാരം കിട്ടിയിട്ടുള്ളത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഒരു പാർട്ടിക്ക് ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു സഖ്യത്തിനോ ഭൂരിപക്ഷം കിട്ടുമ്പോൾ എന്താണ്? അവർ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി പ്രധാനമന്ത്രിയായിട്ട് വരുന്നു, അല്ലെങ്കിൽ ആ ഒരു സർക്കാർ രൂപീകരിക്കപ്പെടുന്നു. പക്ഷെ അങ്ങനെ ഒരു സഖ്യത്തിനോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കോ ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു പ്രത്യേക ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എന്താണ്? ഒരു രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പോകും. ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ് കേട്ടോ. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ അധികാരങ്ങളുണ്ട്. കണ്ടോ? ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ അധികാരമുണ്ട്. നോക്കൂ, ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ഇത് കുറെ തവണ PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ധനബില്ല് അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണ്? ലോകസഭ, രാജ്യസഭ, അങ്ങനെ മറ്റു ഓപ്ഷൻസ് കൂടെ ചേർത്തിട്ട് വരും. അപ്പൊ അതിൽ വരുന്നത് എവിടെയാണ്? ലോകസഭയിലാണ്. നിയമസഭ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പൊ ലോകസഭയിലാണ് ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നുകൂടി ജസ്റ്റ് നോക്കാം. ലോകസഭ അധോമണ്ഡല സഭയാണ് ലോകസഭ. പിന്നെ എന്താണ്? ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് ആൾക്ക് മത്സരിക്കാം. 5 വർഷമാണ് ലോകസഭയുടെ കാലാവധി. പരമാവധി മാക്സിമം അംഗങ്ങൾ എത്രയാവാം? 550. ബട്ട് നൗ 543 ആണ് ഉള്ളത്.
ലോകസഭയിൽ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരുകളെ രൂപീകരിക്കുന്നു. ഭൂരിപക്ഷം ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ ഇല്ലാത്ത സാഹചര്യത്തിലെ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അധ്യക്ഷൻ സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്കാണ് രാജ്യസഭയേക്കാൾ അധികാരം. ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണ്? ലോകസഭയിലാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി രാജ്യസഭ. രാജ്യസഭ അതായത് പാർലമെന്റിന്റെ, നമ്മൾ പറഞ്ഞു ലോകസഭ എന്താണെന്ന് പറഞ്ഞു, അധോസഭയാണെന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ രാജ്യസഭ ഉപരിസഭയാണ്. അതായത് അപ്പർ ഹൗസ്. എന്താണ്? അപ്പർ ഹൗസ് കേട്ടോ. അപ്പർ ഹൗസ് ആണ് ഏത്? രാജ്യസഭ. ലോവർ ഹൗസ് ലോകസഭ, അപ്പർ ഹൗസ് രാജ്യസഭ, അതായത് ഉപരിസഭ. ജനസംഖ്യ ആനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണിത്. ജനസംഖ്യയ്ക്ക് അനുസരിച്ചിട്ട് സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നതാണ് രാജ്യസഭ. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA, കണ്ടോ? അപ്പൊ MLA മാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ പറഞ്ഞു ലോകസഭാംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലേ? ലോകസഭാംഗങ്ങൾക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടാണ്. എന്നാൽ രാജ്യസഭയിൽ അങ്ങനെ ജനങ്ങൾക്ക് നേരിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഇല്ല. പകരം ആരാണ് തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ ആരെ തിരഞ്ഞെടുക്കുന്നു? നമ്മൾ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്ക് MLA മാരെ തിരഞ്ഞെടുക്കണോ അല്ലെ? MLA മാരെ തിരഞ്ഞെടുക്കാൻ നമ്മളാണ് വോട്ട് ചെയ്യുന്നത്, ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഈ MLA മാരാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? രാജ്യസഭാംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. മനസ്സിലായില്ലേ? 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാം. അപ്പൊ ലോകസഭയിലേക്ക് എത്രയായിരുന്നു ഏജ്? 25 ആയിരുന്നു അല്ലെ? ലോകസഭയിലേക്ക് 25ഉം രാജ്യസഭയിലേക്ക് 30ഉമാണ് ഏജ്. ഓക്കെ, ഇതാ കണ്ടില്ലേ, നേരത്തെ പറഞ്ഞു അല്ലെ, നമ്മൾ ലോകസഭ എന്തിന്റെ ഷേപ്പ് ആയിരുന്നു? ഒരു മയിലിന്റെ ഷേപ്പ് ആയിരുന്നു. എന്നാൽ രാജ്യസഭ ഒരു താമരയുടെ ഷേപ്പാണ്. രാജ്യസഭ ഒരു താമരയുടെ ഷേപ്പാണ്. നോക്കൂ, രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. നമ്മൾ പറഞ്ഞു ലോകസഭയുടെ കാലാവധി എത്രയാണെന്ന് നമ്മൾ പറഞ്ഞത്? ലോകസഭയുടെ കാലാവധി 5 വർഷമാണെന്ന് പറഞ്ഞു അല്ലെ? ലോകസഭയുടെ കാലാവധി എത്രയാണ്? 5 വർഷം നമ്മൾ പറഞ്ഞു. എന്നാൽ രാജ്യസഭയുടെ കാലാവധി എത്രയാണ്? കാലാവധി ഇല്ല. അതെന്താണ്? സ്ഥിരം സഭയാണ്. രാജ്യസഭ സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. എന്താ? രാജ്യസഭ സ്ഥിരം സഭയാണ് അല്ലെ? അതൊരിക്കലും അവസാനിക്കുന്നില്ല. എന്നാൽ അതിൽ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ എന്താ ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. 1/3 അംഗങ്ങൾ, അതായത് 1/3 അല്ലെ, 1/3 അംഗങ്ങൾ എന്ത് ചെയ്യുന്നു? ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുന്നു. 2 വർഷം കൂടുമ്പോഴും എന്താണ്? 1/3 ആളുകൾ വിരമിക്കും. ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തിയിട്ട് പുതിയ ആളുകൾ വരും. അടുത്ത 2 വർഷത്തിൽ വീണ്ടും 1/3 അംഗങ്ങൾ പോവും, തിരഞ്ഞെടുപ്പ് നടത്തിയിട്ട് വരും. അപ്പൊ അങ്ങനെ 2 വർഷം കൂടുമ്പോൾ 1/3 ആളുകൾ പോകുന്നു, പുതിയ ആളുകൾ വരുന്നു. അതുകൊണ്ട് ഇതെന്താണ്? ഇതിനൊരു പിരിഞ്ഞുപോക്ക് അങ്ങനെ ഇല്ല കേട്ടോ. ഇതൊരു സ്ഥിരം സഭയാണ്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ആരാണ്? ഉപരാഷ്ട്രപതി അല്ലെ? നമ്മൾ ലോകസഭയുടെ ആരാണ്? സ്പീക്കർ ആണ് അല്ലെ? ലോകസഭയുടെ സ്പീക്കർ ആണ്. എന്നാൽ രാജ്യസഭയുടെ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ക്ലിയർ അല്ലേ? രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ആണ്. ലോകസഭയുടെ എത്രയായിരുന്നു? ലോകസഭയുടെ എത്രയായിരുന്നു? 550 അല്ലെ? ലോകസഭയുടെ 550 ആണ് നമ്മൾ പറഞ്ഞു, കണ്ടില്ലേ? എന്നാൽ അത്ര അംഗങ്ങളില്ല രാജ്യസഭയിൽ. രാജ്യസഭയിലെ മാക്സിമം 250 ആണ്. ഇതിൽ 238 പേരെ തെരഞ്ഞെടുക്കാൻ പറ്റും. ബാക്കി 12 പേരെ എങ്ങനെയാ നിയമിക്കുന്നത്? രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. അപ്പോ 250 ആണ് രാജ്യസഭയിലെ അംഗങ്ങളുടെ അംഗബലം. 238 പേരെ തിരഞ്ഞെടുക്കാം. MLA മാർ തിരഞ്ഞെടുക്കുന്നതാണ് 238 പേര്. ബാക്കി 12 പേരെ എന്ത് ചെയ്യുന്നു? ബാക്കി 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. കണ്ടോ, ഇവിടെ ഉപരാഷ്ട്രപതിയാണ് ഇവിടെ അധ്യക്ഷൻ അല്ലെ? അപ്പോ അവിടെ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതും എവിടെ നിന്ന് തന്നെയാണ്? രാജ്യസഭയിൽ നിന്നാണ്. അതും ക്വസ്റ്റ്യൻ വരാട്ടോ. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ രാജ്യസഭയിൽ നിന്നാണ് കേട്ടോ. രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കാൻ പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരവും രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. ലോകസഭയുടെയും രാജ്യസഭയുടെയും സവിശേഷത മനസ്സിലാക്കിയല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒന്നുമില്ല കേട്ടോ, നമ്മളിപ്പോ നോക്കിയ കാര്യങ്ങളൊക്കെ തന്നെ ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മതി. എന്താണ്? ലോകസഭ അധോസഭയാണ്, രാജ്യസഭ ഉപരിസഭയാണ് അല്ലെ? ലോകസഭയിൽ എത്ര മാക്സിമം അംഗങ്ങൾ? 550. രാജ്യസഭയിലോ 250. പിന്നെയോ ഇവിടെ ആരാണ് അധ്യക്ഷൻ? സ്പീക്കർ അല്ലെ? സ്പീക്കറാണ് അധ്യക്ഷൻ. ഇവിടെ ആരാണ്? ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷൻ. ലോകസഭയിലേക്ക് 25 വയസ്സാണ് മത്സരിക്കാൻ. ഇവിടെ എത്രയാണ്? 30 വയസ്സ് വേണം അല്ലെ? ഇവിടെ ജനങ്ങൾ നേരിട്ടിട്ടാണ് എന്താണ് തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ നേരിട്ടല്ല അല്ലെ? ഇവിടെ MLA മാർ വഴിയാണ് നിയമിക്കുന്നത്. അങ്ങനെ കുറെ വ്യത്യാസങ്ങളുണ്ട് അല്ലെ? ബാക്കി ജസ്റ്റ് നോക്കിയാൽ തന്നെ കിട്ടും, പോയിന്റ് ആക്കി വെക്കാം. ഓക്കെ, ഇനി നിയമനിർമ്മാണം ഇന്ത്യയിൽ എന്നൊരു ടോപ്പിക് ആണ് കേട്ടോ.
അടുത്തത് നിയമനിർമ്മാണം ഇന്ത്യയിലെ നിയമനിർമ്മാണത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നോക്കാം. ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. അതായത് നിയമനിർമ്മാണം അല്ലെ, ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിനാണ്. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജന അഭിപ്രായങ്ങളോട് സർക്കാരിന്റെ പ്രതികരണമാണ് നിയമങ്ങൾ. അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായത്തിന് നിയമനിർമ്മാണത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായും ഭരണപ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനായും നിയമനിർമ്മാണം നടത്താറുണ്ട്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിന്റെ കരട് രൂപമായ ബില്ല് തയ്യാറാക്കുന്നത്. ബില്ലുകൾ വിവിധ തരമുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബിൽ. അപ്പൊ പറയുന്നത് ബില്ലാണ് കേട്ടോ. ബില്ല് പലതരമുണ്ട്. ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ബില്ലാണ് എന്ത്? ഗവൺമെന്റ് ബില്ല്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ല് എന്ത് പറയുന്നു? ഗവൺമെന്റ് ബിൽ എന്ന് പറയുന്നു. മന്ത്രിയല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ല് സ്വകാര്യ ബില്ല്. ഓക്കെ, മന്ത്രിമാർ അവതരിപ്പിക്കുന്നത് ഗവൺമെന്റ് ബില്ലും മന്ത്രി അല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ല് സ്വകാര്യ ബില്ലുമാണ്. ഇതുകൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ. അപ്പൊ നമ്മൾ എത്ര ബില്ല് പറഞ്ഞു? ഗവൺമെന്റ് ബില്ല്, സ്വകാര്യ ബില്ല്, ധനബില്ല് അല്ലെ, ധനേതര ബില്ല്. അപ്പൊ 4 തരത്തിൽ ബില്ലുകൾ കൊടുത്തിട്ടുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ല് ഗവൺമെന്റ് ബില്ല്, മന്ത്രി അല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ല് സ്വകാര്യ ബില്ല്, കൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ല് ധനബില്ല്. ധനത്തെ സംബന്ധിച്ച ബില്ല് ധനബില്ല് അല്ലെ. ധനബില്ല് എവിടെയാണ്? ലോകസഭയിലാണ് അവതരിപ്പിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു ടോപ്പിക്കിൽ പറഞ്ഞു. ധനബില്ലുകൾ അല്ലാത്തവയാണ് ധനേതര ബില്ല്. ഓക്കെ, ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായി കണക്കാക്കുന്നത്. എന്തൊക്കെയാണ്? ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളും എന്താണ്? ധനേതര ബില്ലുകളായിട്ട് കണക്കാക്കുന്നു. ഒരു ബില്ല് നിയമം ആകുന്നതിന് വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്ത്? ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന. എന്താണ് ഒന്നാം വായന? എന്താണ് രണ്ടാം വായന? എന്താണ് മൂന്നാം വായന? നോക്കാം അല്ലെ. ധനബില്ല് അല്ലെ, അതായത് ധനബില്ല് അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. ധനബില്ല് എവിടെ അവതരിപ്പിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞത്? ധനബില്ല് അവതരിപ്പിക്കുന്നത് എവിടെയാന്ന് പറഞ്ഞേ? ലോകസഭയിൽ അല്ലെ. ധനബില്ല് ലോകസഭയിലാണ് അവതരിപ്പിക്കുന്നത് അല്ലെ. ധനബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കുന്നു. എന്നാൽ ധനബില്ല് അല്ലാത്ത ഏതൊരു ബില്ലും എവിടെ അവതരിപ്പിക്കണം? ഇരുസഭകളിലും അവതരിപ്പിക്കണം അല്ലെ. ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ആദ്യം ഈ ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ, അതായത് രാജ്യസഭയിലോ ലോകസഭയിലോ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. അതിനെയാണ് നമ്മൾ ഒന്നാം വായന എന്ന് പറയുന്നത്. ഇനി രണ്ടാം വായന എന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു. നോക്കൂ, കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വേണ്ടി അയക്കുന്ന ഘട്ടമാണ് ഏത്? രണ്ടാം വായന. അല്ലെങ്കിൽ ആ ബില്ല് സഭയിൽ തന്നെ ചർച്ച ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം, രണ്ടാം വായന എന്തു അറിയപ്പെടുന്നു? കമ്മിറ്റി ഘട്ടം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാം വായന എന്തു അറിയപ്പെടുന്നുണ്ട്? കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്നത് രണ്ടാം വായനയാണ്. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം. അപ്പോ ഒന്നാം വായന എന്ന് പറയുമ്പോൾ ധനബിൽ ഒഴികെയുള്ള ബില്ലുകൾ ലോകസഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ മന്ത്രിയോ അല്ലെങ്കിൽ സ്വകാര്യ അംഗമോ ജസ്റ്റ് അവതരിപ്പിക്കുന്നു. അതാണ് ഒന്നാം വായന. ഓക്കെ, പക്ഷെ രണ്ടാം വായനയിൽ എന്താണ്? അതിനെ ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതെവിടെയാണ്? ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. ഇവിടെ നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പറയാം, അതുപോലെ ഭേദഗതികൾ വരുത്തണമെങ്കിൽ പറയാം. അപ്പൊ ജസ്റ്റ് അവതരിപ്പിക്കലാണ് ഒന്നാം വായനയിൽ, എന്നാൽ ചർച്ച ചെയ്യുകയാണ് രണ്ടാം വായനയിൽ. ഇതിനെ കമ്മിറ്റി ഘട്ടം എന്നും പറയുന്നു. ഓക്കെ, ഇനി മൂന്നാം വായനയിൽ എന്താ സംഭവിക്കുന്നത്? മൂന്നാം വായനയില് ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. അപ്പൊ ഒന്നാം വായനയില് ഏതെങ്കിലും ഒരു സഭ ഇതിൽ അവതരിപ്പിക്കുന്നു. രണ്ടാം വായന, അതായത് കമ്മിറ്റി ഘട്ടത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നു. മൂന്നാം വായനയിൽ ഇത് ഒന്നുമില്ലെങ്കിൽ ഈ ബില്ല് അംഗീകരിക്കപ്പെടും, അല്ലെങ്കിൽ അത് ഒഴിവാക്കപ്പെടും, നിരസിക്കപ്പെടും. ഓക്കെ.
ബില്ല് ആദ്യം അവതരിപ്പിച്ച സഭയിൽ, അതായത് ചിലപ്പോൾ ലോകസഭയിലായിരിക്കും ആദ്യം അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ രാജ്യസഭയിൽ ഏതെങ്കിലും ഒരു സഭയിലായിരിക്കും അല്ലെ അവതരിപ്പിച്ചിട്ടുണ്ടാവുക. ഇന്ന സഭയിൽ ആദ്യം അവതരിപ്പിക്കണം എന്നൊന്നുമില്ല, അത് ഓരോ ബില്ലിനനുസരിച്ചിരിക്കും. അപ്പൊ ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഒരു സഭയിൽ അവതരിപ്പിച്ചു, അവിടെ ചർച്ചയൊക്കെ ചെയ്തു, കാര്യങ്ങളൊക്കെ സെറ്റായി എങ്കിൽ ഇതെന്ത് ചെയ്യും, രണ്ടാമത്തെ സഭയിൽ അവതരിപ്പിക്കുന്നു. ഇനി രണ്ട് സഭകളും അംഗീകരിച്ചാൽ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും. നമ്മൾ ലോകസഭയിൽ അവതരിപ്പിച്ചു, അവിടുന്ന് പാസ്സായി, അവിടെ അവതരിപ്പിച്ചു, അവിടെ ചർച്ച ചെയ്തു, അവിടുന്ന് പാസ്സായി. അടുത്തത് രാജ്യസഭയിലേക്ക് കൊടുത്തു, അവിടെ അവതരിപ്പിച്ചു, അവിടെ ചർച്ച ചെയ്തു, അവിടുന്ന് പാസ്സായി. എന്നാൽ ഇങ്ങോട്ട് നിയമം നിർമ്മിക്കാൻ പറ്റുമോ? എങ്ങനെ നമുക്ക് ഫൈനൽ നടപടിയാക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ആർക്ക് കൊടുക്കണം? രാഷ്ട്രപതിക്ക് കൂടെ കൊടുക്കണം. രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കപ്പെടുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ബില്ല് നിയമമായി മാറുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് സഭകളും രാഷ്ട്രപതിയും കൂടെ അംഗീകരിച്ചാൽ മാത്രമാണ് എന്ത് പറ്റുള്ളൂ, ഒരു ബില്ല് നിയമമായി മാറുകയുള്ളൂ. ഓക്കെ അല്ലേ? ഇനി ഭരണഘടനാ ഭേദഗതി. എന്താണ് ഭരണഘടനാ ഭേദഗതി? നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലെ, കുറെ ഭേദഗതികളുണ്ട്. അപ്പോൾ ഈ ഭരണഘടനയിൽ കുറെ നിയമങ്ങളുണ്ട് അല്ലെ. പക്ഷെ ഈ നിയമത്തിൽ എപ്പോൾ വേണമെങ്കിലും കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരാം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അത് ഭേദഗതിയായിട്ട്, ഒരു വ്യത്യാസമായി, ഒരു ഭേദഗതിയായിട്ട് അവിടെ നമ്മൾ ചേർക്കപ്പെടുന്നു. അങ്ങനെ ഇവിടെ കുറച്ച് ന്യൂസുകൾ നോക്കൂ. 61-ാം ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം. എന്താണ് 61-ാം ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നത്? 18 വയസ്സ് പൂർത്തിയായാൽ ഇനി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. അതായത് 21 വയസ്സിൽ നിന്നും വോട്ട് ചെയ്യാനുള്ള പ്രായം 18 വയസ്സിലേക്ക് ആക്കി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് എന്ന് ഒരുപാട് PSC എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന ഓപ്ഷനിൽ ഏതാണ്? 61. ചിലപ്പോൾ ഓപ്ഷൻ 61, 62, 63, 64 എന്നൊക്കെ കൊടുക്കും. കൺഫ്യൂഷൻ ആവരുത്, 61. ഓക്കെ അല്ലേ? അപ്പോ 18 വയസ്സ്, വോട്ടിംഗ് ഏജ് 18 വയസ്സ് ആക്കിയ ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഒട്ടും സംശയിക്കാണ്ട് കുത്തണം. ഏതാണ്? 61. ഓക്കെ. ഇനി 86-ാം ഭരണഘടനാ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം. ഏതാണ്? വിദ്യാഭ്യാസം നമുക്കിനി മൗലികാവകാശം. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെ വരിക? വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? 86-ാം ഭേദഗതി. ഓക്കെ അല്ലേ? 86-ാം ഭേദഗതി. ഓക്കെ. ഇനി 101-ാം ഭേദഗതി. 101-ാം ഭേദഗതി പ്രകാരം ചരക്ക് സേവന നികുതി, അതായത് GST നിലവിൽ വന്നു. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെ വരിക? GST നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏത്? അപ്പൊ അതിലൊക്കെ ഇതൊക്കെ ഉണ്ടാവും. 86, 61, 101, 51 ഒക്കെ പറഞ്ഞിട്ട് കുറെ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ മൊത്തം നമ്മൾ 86 കണ്ടിട്ടുണ്ട്, 101 ഉണ്ട്, 61 ഉണ്ട്. ഇതിലിപ്പോ ഏതാണ് എന്ന് കൺഫ്യൂഷൻ ആവരുത്. 101 GST. ഓക്കെ, GST 101. കണ്ടോ? അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും നമ്മൾ കണക്ട് ചെയ്യാം കേട്ടോ. നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് ഉണ്ടാക്കി വെക്കാം. കണ്ടു നോക്കൂ. GST. ഇനി ഓരോന്നിലും നമ്മൾ ഒരു നമ്പർ കൊടുക്കാം കേട്ടോ. 101. കണ്ടില്ലേ? ഇതൊരു കോഡ് പോലെ നമുക്ക് ഓർക്കാം. GST അല്ലെ, 101. അപ്പൊ നമുക്ക് GST ഏതാണ് വന്ന ഭേദഗതി? ഏതാണ്? GST, അതായത് ചരക്ക് സേവന നികുതി നിലവിൽ വന്ന ഭേദഗതി 101-ാം ഭേദഗതിയാണ്. ഇനി ഇത് മറക്കില്ലല്ലോ. ഓക്കെ. അപ്പൊ വോട്ടിംഗ് ഏജ് 18 വയസ്സാക്കിയത് ഏത് ഭേദഗതിയാണ്? 61 ആണ് കേട്ടോ. 61-ാം ഭേദഗതിയാണ്. പിന്നെയോ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭേദഗതി 86 ആണ്. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കോഡൊക്കെ വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. 86-ാം ഭേദഗതിയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത്. ഓക്കെ അല്ലേ? ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടന ഭേദഗതി എന്ന് പറയാ. എന്താണ്? ഒന്നുമില്ലെങ്കിൽ തിരുത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുക. ഇതൊക്കെ എന്താണ്? ഭേദഗതിയാണ് അല്ലെ. നിലവിലുള്ളതിൽ മാറ്റം വരുത്തുന്നതെല്ലാം ഭേദഗതിയാണ്. സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നു. ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പോ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഇന്ത്യയിൽ ആർക്കാണ്? പാർലമെന്റിനാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത്. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതാണ് അനുച്ഛേദം? അനുച്ഛേദം 368. അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത്. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബില്ല് നിയമം ആകണമെങ്കിൽ ഇരു സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഇരു സഭകളും അംഗീകരിക്കണം പ്ലസ് രാഷ്ട്രപതി അംഗീകരിക്കണം. ഇരു സഭകൾക്കും ഇടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല കേട്ടോ. നടപടിക്രമം ഇല്ല എന്നാണ് പറയുന്നത്.
ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണ് എന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ആർക്ക് അധികാരമുണ്ട്? ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. ഈ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമായിട്ട് എന്തെങ്കിലും നിയമം അല്ലെങ്കിൽ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ അത് ആര് അസാധുവാക്കും? ജുഡീഷ്യറിക്ക് അസാധുവാക്കാൻ അധികാരമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതി രീതികൾ പരിചയപ്പെടാം. അപ്പൊ നമ്മൾ ഭേദഗതിയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി ഭേദഗതിനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. എത്രയായി തിരിച്ചിട്ടുണ്ട്? മൂന്നായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? അയവുള്ള ഭേദഗതി, നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും അല്ലെ? അയവുള്ള ഭേദഗതി, ദൃഢമായ ഭേദഗതി, അതിദൃഢമായ ഭേദഗതി. എന്തൊക്കെയാണ്? അയവുള്ള ഭേദഗതി, ദൃഢമായ ഭേദഗതി, അതിദൃഢമായ ഭേദഗതി. ഇനി ഓരോന്നും എന്താ നോക്കാം. അയവുള്ള ഭേദഗതി, അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമം വഴി ഭേദഗതി ചെയ്യാം. ഉദാഹരണം, സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയവ. നോക്കൂ, സംസ്ഥാനങ്ങളുടെ പേര്, അതുപോലെ അതിരുകൾ, പൗരത്വം തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് മാറ്റം വരുത്താം? ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി സുഗമമായിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെ വളരെ എളുപ്പത്തിൽ പറയാൻ നമ്മൾ വിചാരിക്കുന്നത് എളുപ്പമല്ല, പക്ഷെ കമ്പാരേറ്റീവ്ലി സാധാരണ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ മാറ്റാം. അങ്ങനെയുള്ളതാണ് എന്ത്? സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാം, അതിരുകൾ മാറ്റാം, പൗരത്വത്തില് ഉള്ള മാറ്റം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത്? അയവുള്ള ഭേദഗതി. ഇനി ദൃഢമായ ഭേദഗതി അത്ര എളുപ്പമല്ല അല്ലെ? ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്താൻ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, വിദ്യാഭ്യാസത്തിന്റെ വകുപ്പുകൾ മാറ്റുന്നതൊക്കെ പറഞ്ഞു അല്ലെ. അങ്ങനെ ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ മാറ്റണമെങ്കിൽ, ഭേദഗതി വരുത്തണമെങ്കിൽ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം വേണം. മറ്റേത് കേവല ഭൂരിപക്ഷം മതിയായിരുന്നു. ഇവിടെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം വേണം. ഉദാഹരണം, മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്താം അല്ലെ, മാർഗനിർദ്ദേശക തത്വങ്ങളിൽ മാറ്റം വരുത്താം. അങ്ങനെ മൗലികാവകാശങ്ങളിൽ, മാർഗനിർദ്ദേശക തത്വങ്ങളിലെല്ലാം ഭേദഗതി വരുത്തണമെങ്കിൽ കുറച്ചും കൂടെ രണ്ട് സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം വേണം. ഇങ്ങനെ രണ്ട് സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടെ മാത്രം ഭേദഗതി വരുത്താൻ പറ്റുന്നത് എന്താണ്? ദൃഢമായ ഭേദഗതിയാണ്. ഇനി ഇതിലും മേലെയാണ് എന്ത്? അതിദൃഢമായ ഭേദഗതി. എന്താ? ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയൂ. ഉദാഹരണം, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം. കേന്ദ്ര സംസ്ഥാന കേന്ദ്രത്തിന് ഇന്ന നിയമങ്ങൾ അല്ലെ, കേന്ദ്രത്തിന് ഉള്ള അധികാരങ്ങൾ, സംസ്ഥാനത്തിന് ഇന്ന അധികാരങ്ങൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അധികാരങ്ങളെയൊക്കെ വിഭജിക്കുക, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയതൊക്കെ വരുമ്പോൾ അത് ഇരുസഭ, ലോകസഭയുടെയും രാജ്യസഭയുടെയും ഭൂരിപക്ഷം വേണം. പ്ലസ് പകുതിയിൽ കുറയാത്ത, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയൂ. അതാണ് അതിദൃഢമായ ഭേദഗതി. ക്ലിയർ അല്ലേ? അപ്പോ ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതി രീതികൾ 3 തരമുണ്ട്. അയവുള്ള ഭേദഗതി, ദൃഢമായ ഭേദഗതി, അതിദൃഢമായ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ ചില വകുപ്പുകൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? കേവല ഭൂരിപക്ഷത്തോടെ നമുക്ക് സാധാരണമായിട്ടുള്ള നിയമനിർമ്മാണ പ്രക്രിയയോട് ഭേദഗതി ചെയ്യാം. അതാണ് അയവുള്ള ഭേദഗതി. എക്സാമ്പിൾ, സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം എന്നിവയിൽ വരുന്ന മാറ്റം. അടുത്തത് ദൃഢമായ ഭേദഗതി, അതായത് ചില വകുപ്പുകൾ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടെയാണ് നമുക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ. അതാണ് ദൃഢമായ ഭേദഗതി. എക്സാമ്പിൾ, മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ. അതിദൃഢമായ ഭേദഗതി എന്ന് പറഞ്ഞാൽ ഇതിന് മേലെയാണ് എന്ത് വേണം? ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം വേണം. പ്ലസ് പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമാണ് ഭേദഗതി ചെയ്യാൻ പറ്റുകയുള്ളൂ. എക്സാമ്പിൾ, കേന്ദ്ര സംസ്ഥാനങ്ങളുടെ അധികാര വിഭജനം നിയമം, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവ. ഓക്കെ അല്ലേ? ഓക്കെ. നമ്മളിപ്പോ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭേദഗതി രീതി ഏതാണ് എന്ന് നോക്കാനാ പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാനങ്ങളുടെ പേര് മാറ്റല്ലേ? നമ്മൾ എന്താ പറഞ്ഞേ? സംസ്ഥാനങ്ങളുടെ പേര് മാറ്റുന്നത് അയവുള്ള ഭേദഗതിയാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ സംസ്ഥാനങ്ങളുടെ പേരുമാറ്റം അയവുള്ള